ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മക്കള് ഞാൻ പറയുന്നത് അതേപോലെ അനുസരിക്കുന്ന കുട്ടികളാ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞ അവരത് ചെയ്യില്ല. ഞാൻ അറിയാതെ എന്റെ മക്കള് ഒരു കാര്യം ചെയ്യില്ലെന്നാ പറഞ്ഞെ. ഞാൻ ഡ്രസ്സ് മാറ്റിട്ട് വരാം കേട്ടോ. ശരി. എന്താണ് കണ്ണുകൊണ്ട് ചില നോട്ടങ്ങളൊക്കെ പാസ് ചെയ്യുന്നുണ്ടല്ലോ. ഇതെന്താ കഥകളിയാ? എന്തോ കള്ളത്തിലുണ്ടല്ലോ രണ്ടെണ്ണത്തിനും. പറഞ്ഞ രണ്ടെണ്ണം. അതെ അച്ഛാ, ഇന്നൊരു കാര്യം ഉണ്ടായി. രഹസ്യ ആണോ? ചേച്ചിയമ്മ അറിഞ്ഞോ? ഞങ്ങള് വഴക്ക് പറയുമെന്ന് പേടിച്ചാ ഞങ്ങൾ ഇരിക്കുന്നേ. ഓ, അപ്പൊ എന്തോ സീരിയസ് ആയിട്ടുള്ള വിഷയമാണല്ലോ. എന്തായാലും കേക്കട്ടെ. പറ. സത്യാമ്മ വന്ന് ഞങ്ങള് സത്യാമ്മയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചായയും പലഹാരവും ഒക്കെ തന്നു. വീട്ടിലെ അച്ഛനും ഉണ്ടായിരുന്നു. എന്നിട്ട് കുറച്ചു മുമ്പാ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അതാണോ? അത് നല്ല കാര്യമാണല്ലോ. പിന്നെ തന്നെ മകള് പേടിക്കണേ? അച്ഛനോടും അമ്മയോടും പറയാതെയില്ലേ ഞങ്ങൾ പോയത്. അത് അമ്മ അറിയുമ്പോ വഴക്ക് പറയുമെന്നോർത്താ. സത്യാമ്മയ്ക്ക് ഇപ്പൊ എന്നെ വലിയ കാര്യം അച്ഛാ. എപ്പോഴും കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും. എന്ത് വാങ്ങിച്ചു തരാൻ പറഞ്ഞാലും അതപ്പ തന്നെ വാങ്ങിച്ചു തരും. വിഷ്ണുട്ടാ, സത്യമ്മയുടെ മനസ്സിൽ എന്താ? ഈ കാണിക്കുന്ന സ്നേഹത്തിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? എന്ത് ലക്ഷ്യം? എടോ, സ്നേഹം കാണിക്കുന്ന കാര്യം കാണാനുള്ള ചിന്താഗതി തന്നെ തെറ്റാ. അമ്മയ്ക്ക് ചിലപ്പോ എല്ലാരും വേണമെന്ന് തോന്നിക്കാണും. അതിനിപ്പോ എന്താ? വിഷ്ണുട്ടന്റെ വിശ്വാസം വിഷ്ണുട്ടനെ രക്ഷിക്കട്ടെ. ഇയാള് ഞാൻ പറഞ്ഞില്ലേ, കുഴപ്പമൊന്നുമില്ല. മകൾ പഠിക്ക്. അച്ഛൻ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാട്ടാ. വിഷ്ണു അച്ഛാ, എനിക്കെന്റെ അച്ഛനെ അമ്മ ഒന്ന് കാണണം. ഒന്ന് കണ്ടാ മാത്രം മതി. അവർക്ക് എന്നെ കാണണമെന്നൊന്നും ഇല്ലെന്നാ തോന്നേ. ഇല്ലെങ്കിൽ അവരെന്നെ ഒന്ന് വിളിക്കെങ്കിലും ചെയ്യില്ലേ? ഇനി അവർക്ക് എന്നെ കാണണമെന്നില്ലെങ്കിലും എനിക്ക് അവരെ ഒന്ന് കാണണം. നിന്റെ അച്ഛനും അമ്മയും നിന്നോടൊപ്പം നിന്റെ കൂടെ ഉണ്ടെന്ന് ഈ അച്ഛനൊന്ന് വിളിച്ചു പറയണമെന്നുണ്ട്. ഈ വിഷ്ണു അച്ഛൻ നിന്റെ അച്ഛനാണെന്നും പറഞ്ഞ് നിന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണമെന്നുണ്ട്. പക്ഷെ സാഹചര്യം അതിനെ അനുവദിക്കുന്നില്ല മോളെ. ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനും ഈ അച്ഛൻ സമ്മതിക്കില്ല. നീ എന്റെ മോളാണെന്ന് ഉടനെ തന്നെ എല്ലാവരും അറിയിക്കും ഞാൻ.